കേരളം ഒരു പുതുയുഗത്തിലേക്ക് ചുവടുവയ്പ് നടത്തുകയാണ്. ഒരു പുതിയ കാലത്തിലേക്ക് കടന്നു വരികയാണ്. ആ നയ വ്യതിയാനവും ആ നയങ്ങളുടെ പ്രഖ്യാപനവുമാണ് ഇന്ന് ഗവർണർ നടത്തിയത്. അതിലൂടെ ഒരു കാര്യം വ്യക്തമാണ്: ഞങ്ങൾ തിരഞ്ഞെടുപ്പ് കാലത്ത് ജനങ്ങളോട് നൽകിയ വാഗ്ദാനങ്ങൾ പൂർണ്ണമായി നടപ്പാക്കും. എല്ലാ വെല്ലുവിളികളെയും ജനാധിപത്യപരമായ മാർഗത്തിലൂടെ അതിനെ മറികടന്ന് അതിനെ അതിജീവിച്ച് ഈ പുതുയുഗത്തിലേക്കുള്ള യാത്ര തുടരും. നിങ്ങൾക്കറിയാം, 5 ഇന്ദിരാ ഗ്യാരണ്ടികളും പ്രഖ്യാപിച്ച് നടപ്പാക്കും. 2 തീരുമാനമെടുത്തു കഴിഞ്ഞു. ബാക്കിയുള്ളത് അതിൻ്റെ സാമ്പത്തികമായ മറ്റ് കാര്യങ്ങൾ കൂടി പരിശോധിച്ച്, ഗവൺമെൻറ് തലത്തിൽ പരിശോധിച്ച് ഉചിതമായ സമയത്ത് മറ്റു പരിപാടികൾ കൂടി പ്രഖ്യാപിക്കും. ഞങ്ങളുടെ സ്വപ്ന പദ്ധതികൾ കേരളത്തിനെ ഒരു തുറമുഖ നഗരമാക്കി മാറ്റുക എന്ന വലിയ സ്വപ്നം, 2 അന്താരാഷ്ട്ര തുറമുഖങ്ങളെയും ഒരു കണ്ടെയ്നർ ടെർമിനലിനെയും 17 മിനി തുറമുഖങ്ങളെയും ഏകോപിപ്പിച്ചുകൊണ്ടുള്ള വലിയൊരു പദ്ധതിക്ക് സർക്കാർ തുടക്കം കുറിക്കും. ഏഷ്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഏവിയേഷൻ ഹബ്ബാക്കും. കാരണം ചെറിയ സ്ഥലത്ത് 4 അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളാണ് നമുക്കുള്ളത്. അതിനാവശ്യമായ ഏവിയേഷൻ പ്രോജക്റ്റുകൾ ഞങ്ങളുടെ കയ്യിലുണ്ട്. ഏവിയേഷൻ ഹബ്ബാക്കി സൗത്ത് ഏഷ്യയിലെ ഏറ്റവും വലിയ ഏവിയേഷൻ ഹബ്ബാക്കി കേരളത്തെ മാറ്റാനുള്ള പദ്ധതിയാണ്. അതോടൊപ്പം തന്നെ 10,000 MSMEകൾക്ക്, ചെറുകിട ഇടത്തരം വ്യവസായ സംരംഭങ്ങൾക്ക് സർക്കാർ പലതരത്തിലുള്ള സഹായം നൽകും. അതെല്ലാം ബജറ്റിൽ പ്രഖ്യാപിക്കും. കാർഷിക മേഖലയെ ഉണർത്താനുള്ള പദ്ധതികളുണ്ടാവും. സഹകരണ പ്രസ്ഥാനം തകർന്നുകൊണ്ടിരിക്കുകയാണ്. അതിനെ തിരിച്ചു കൊണ്ടുവരാനും അതിൻ്റെ വിശ്വാസ്യത ഉറപ്പുവരുത്താനും ഉള്ള പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുക. ഉന്നത വിദ്യാഭ്യാസ മേഖലയെ പൂർണ്ണമായി ആധുനികവൽക്കരിക്കും. ലോകം മുഴുവൻ മാറിക്കൊണ്ടിരിക്കുമ്പോൾ നോളജ് എക്സ്പ്ലോഷൻ നടക്കുന്ന ഒരു കാലത്തിന് അനുയോജ്യമായ രീതിയിൽ ഏറ്റവും പുതിയ അറിവുകളെ മുഴുവൻ കേരളത്തിലേക്ക് കൊണ്ടുവന്ന് അതിനെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു ഉന്നത വിദ്യാഭ്യാസ രംഗത്തുണ്ടാകുന്ന മാറ്റം നമ്മുടെ സർവകലാശാലകളെ, സ്ഥാപനങ്ങളെയെല്ലാം വലിയ സെൻറ്റേഴ്സ് ഓഫ് എക്സലൻസ് ആക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നമ്മൾ നടത്തുന്നത്. ക്ലൈമറ്റ് ചേഞ്ച് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. തീർച്ചയായിട്ടും സർക്കാർ രൂപീകരിക്കുന്ന പദ്ധതികളിലെല്ലാം പ്രധാനപ്പെട്ട ഒരു ഘടകം നമ്മുടെ പരിസ്ഥിതിയും കാലാവസ്ഥാ വ്യതിയാനവും ആയിരിക്കും. സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റാണ്, സുസ്ഥിര വികസന മാതൃകയാണ് സർക്കാരിൻ്റെ ഏറ്റവും വലിയ താല്പര്യം. നമ്മൾ കേരളം ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളികളിൽ ഒന്ന് മയക്കുമരുന്നാണ്. ആ മയക്കുമരുന്ന് ശൃംഖലയെ തകർക്കാൻ ഒരു വിട്ടുവീഴ്ചയും ഇല്ലാത്ത നടപടികളുമായി ഗവൺമെൻറ് പോകും. അതിന് വിവിധ വകുപ്പുകളെ ഏകോപിപ്പിക്കും. തീരപ്രദേശത്തെ ജനങ്ങളുടെ സങ്കടങ്ങൾ മാറ്റാനുള്ള നടപടികളുണ്ടാകും. മലയോര കർഷകരുടെ വിഷമങ്ങൾ, വന്യജീവി സംഘർഷവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ആധുനികവും പഴയ നിലനിൽക്കുന്നതുമായ പദ്ധതികളെ സംയോജിപ്പിച്ചുകൊണ്ട് ഉണ്ടാകും. പൊതുജനാരോഗ്യം, അതുപോലെ ക്യാൻസർ കെയർ, മാതൃശിശു ആരോഗ്യം, വയോജനങ്ങളുടെ ആരോഗ്യം, മാനസികാരോഗ്യം എന്നിവ ഉറപ്പാക്കിക്കൊണ്ട് ചികിത്സാ ചെലവ് കുറയ്ക്കാനുള്ള പദ്ധതികൾ ഉൾപ്പെടെ പൊതുജന ആരോഗ്യ മേഖലയെ ശക്തിപ്പെടുത്താനുള്ള പദ്ധതികളുണ്ടാകും. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് പ്രത്യേകമായ പരിഗണന കൊടുക്കും. വ്യവസായങ്ങളെ ആകർഷിക്കാനുള്ള ലാൻഡ് ബാങ്ക് രൂപീകരിക്കും. ഭൂപ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട ഉപാധിരഹിത പട്ടയങ്ങൾ എവിടെയെല്ലാം കൊടുക്കാൻ പറ്റും അതെല്ലാം കൊടുക്കും. പ്ലാന്റേഷൻ മേഖലയിലെ നിയന്ത്രണങ്ങൾ മാറ്റാൻ ഉൾപ്പെടെ ഉള്ള ഭൂനിയമങ്ങൾ, കാലഹരണപ്പെട്ട ഭൂനിയമങ്ങൾ ഇന്നത്തെ കാലഘട്ടത്തിന് അനുയോജ്യമായ രീതിയിൽ അതിലാവശ്യമായ ഭേദഗതികൾ വരുത്തും. ദളിത് പ്രശ്നങ്ങൾ, SC/ST പ്രശ്നങ്ങൾ, അവരുടെ പ്രശ്നങ്ങൾ, അവരുടെ കുട്ടികളുടെ ഗ്രാൻഡ് ഉൾപ്പെടെയുള്ള ഗ്രാൻഡ്സ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് തടസ്സങ്ങളുള്ളത് നീക്കും. അവരുടെ ഭവന നിർമ്മാണ പദ്ധതികൾ, അവരുടെ ഭൂമി അവർക്ക് നൽകുന്നതിനുള്ള പദ്ധതികൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നൽകും. നമുക്ക് അപ്പോയിൻമെൻറ്റുകൾ നടക്കുമ്പോൾ 3 വർഷം കൂടുമ്പോൾ കൃത്യമായി പരിശോധിച്ച്
ഈ SC/ST പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങൾക്ക് കുറവുകളുണ്ടെങ്കിൽ അത് നികത്താനുള്ള സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് ഉണ്ടാകും. നിങ്ങൾക്കറിയാം, സീനിയർ സിറ്റിസൺസിന് വേണ്ടി പ്രത്യേകമായ വകുപ്പ് രൂപീകരിച്ച ഇന്ത്യയിലെ ആദ്യത്തെ സർക്കാരാണിത്. അത് വളരെ മികച്ച രീതിയിൽ അത് ആവിഷ്കരിക്കും. ടൂറിസം രംഗത്തും സമഗ്രമായ മാറ്റങ്ങൾ ഉണ്ടാക്കും. അതുപോലെ തന്നെ കേരളത്തിൽ സമഗ്രമായ മാറ്റം അടിസ്ഥാന സൗകര്യ മേഖലയിലും വിദ്യാഭ്യാസ ആരോഗ്യ മേഖലയിലുമെല്ലാം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ പദ്ധതിയാണ് ഗവൺമെൻറ് ഈ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിലൂടെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതിന് കറസ്പോണ്ടിങ് ആയി ഇതിനനുബന്ധമായി ബജറ്റ് പ്രഖ്യാപനങ്ങൾ ഉണ്ടാവും. ഇതനുസരിച്ചുള്ള ബജറ്റ് പ്രഖ്യാപനങ്ങൾ. ബജറ്റ് പ്രഖ്യാപിക്കാത്തതുകൊണ്ട് ഞാനതിൻ്റെ ഡീറ്റെയിൽസിലേക്കൊന്നും പോകുന്നില്ല, അനൗചിത്യമാണ് അത് പറയാൻ. ഇതാണ് പദ്ധതി. തീർച്ചയായിട്ടും അല്ല, നയരാഹിത്യം അദ്ദേഹത്തിന് തോന്നാം. കാരണം അദ്ദേഹത്തിൻ്റെ നയമല്ല ഞങ്ങൾ നടപ്പാക്കുന്നത്. ഇത് പുതിയ ഗവൺമെൻറ്റിൻ്റെ നയമാണ് നടപ്പാക്കുന്നത്. ഇത് വളരെ വ്യത്യസ്തമായ നയമാണ്. സമീപനങ്ങളിലുള്ള മാറ്റം, വളരെ കാര്യമായിട്ടുള്ള മാറ്റമുണ്ട് സമീപനങ്ങളിൽ. ഇത് ഞങ്ങൾ പറഞ്ഞിട്ടാണ് തെരഞ്ഞെടുപ്പിൽ ജയിച്ചത്. ആ നയങ്ങൾ മാറ്റമുണ്ടാവും. ഗവൺമെൻറ് തുടർച്ചയാണ്. ആ തുടർച്ചയായിട്ടുള്ള പദ്ധതികൾ ഗവർണറുടെ പദ്ധതികൾ പ്രഖ്യാപിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഗവൺമെൻറ്റിൻ്റെ നയപ്രഖ്യാപനം ഗവർണർ നടത്തുമ്പോൾ നേരത്തെയുള്ള പദ്ധതികൾ എടുത്തു പറഞ്ഞ് അത് തുടരും എന്ന് പറയേണ്ട ആവശ്യമില്ല. പിന്നെ കിഫ്ബിയെ സംബന്ധിച്ച് ഈ ഗവൺമെൻറ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കൂടുതൽ പഠിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കമ്മിറ്റിയെ നിയമിക്കുന്ന കാര്യം സർക്കാരിൻ്റെ പരിഗണനയിലാണ്. അതുകൊണ്ടാണ് ഇന്ന് ബോർഡ് യോഗം കൂടി പല അജണ്ടകളും മാറ്റിവെച്ചു. കാരണം തീരുമാനങ്ങൾ എടുക്കാൻ ഒരു നയപരമായ തീരുമാനം അക്കാര്യത്തിൽ എടുത്തതിന് ശേഷം ഇപ്പോഴത്തെ കിഫ്ബിയുടെ അവസ്ഥയും അവിടെ നടക്കുന്ന കാര്യങ്ങളും എല്ലാം കൃത്യമായി പരിശോധിച്ച് വേണ്ട രീതിയിൽ കിഫ്ബിയെക്കുറിച്ചുള്ളൊരു തീരുമാനം ഉണ്ടാവും. തീർച്ചയായിട്ടും അതെല്ലാം ഉണ്ടാവുമല്ലോ. ഇൻലാൻഡ് നാവിഗേഷൻ്റെ കാര്യത്തിലും നമ്മുടെ പോർട്ട് എന്ന് പറയുന്നത് നമ്മുടെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഏറ്റവും പ്രയോറിറ്റി കൊടുക്കുന്ന ഡ്രീം പ്രോജക്റ്റാണ്. നേരത്തെ തന്നെ പറഞ്ഞതുപോലെ ഈ തുറമുഖ നഗരമാക്കി മാറ്റുമ്പോൾ ഇൻലാൻഡ് നാവിഗേഷനും പ്രധാനപ്പെട്ട വാട്ടർവേസും നമ്മുടെ ഇന്ന് അദ്ദേഹം തന്നെ പ്രസംഗത്തിലുണ്ട്, നദികൾ, തടാകങ്ങൾ, ഇതിനെല്ലാം ഇൻ്റഗ്രേറ്റ് ചെയ്തുകൊണ്ടുള്ള സംയോജിപ്പിച്ചുകൊണ്ടുള്ള വലിയ പദ്ധതിയാണ് വരുന്നത്. അതല്ല, ബ്ലൂ എക്കോണമി വേറെയാണ്, വേറെ പലതരത്തിലുള്ള കാര്യങ്ങളാണ്. ഇതല്ല, ഇത് അതിൻ്റെ അനുബന്ധമായി ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് തൊഴിൽ സാധ്യതകളുണ്ടാവും. കേരളത്തിൻ്റെ എക്സ്പോർട്ട് മെച്ചപ്പെടും. ഫിഷറി സെക്ടറിനെ രക്ഷിക്കാൻ പറ്റും. ഫിഷ് പ്രോസസ്സിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ലോജിസ്റ്റിക് പാർക്കുകൾ ഉണ്ടാവും. ടൂറിസം ഡെവലപ്പ് ചെയ്യും. രണ്ടാം ഘട്ടവും മൂന്നാം ഘട്ടവും ക്രൂയിസ് പാസഞ്ചേഴ്സാണ്. പാസഞ്ചേഴ്സ് യാത്ര ചെയ്യും. ഇപ്പോൾ യൂറോപ്പിൽ പോയിട്ടാണ് ആളുകൾ ഷിപ്പിലൊക്കെ യാത്ര ചെയ്യുന്നത്, വെസൽസിലൊക്കെ യാത്ര ചെയ്യുന്നത്. ഇവിടെ യാത്ര ചെയ്യാൻ പറ്റും. ഇൻറ്റേർണലായിട്ടും പറ്റും, പുറത്തേക്കുള്ളത് പറ്റും. അത് പരിഹരിക്കാനുള്ള നടപടികളുണ്ടാവും. ഞാൻ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട് 5 കാര്യങ്ങൾ. നല്ല ഫിനാൻസ് മാനേജ്മെൻ്റ് ഉണ്ടാവും. ടാക്സ് അഡ്മിനിസ്ട്രേഷൻ പുനഃസംഘടിപ്പിക്കും. ഖജനാവിലെ ലീക്കേജ് തടയും. ഇക്കോണമിയെ ഉത്തേജിപ്പിക്കുന്നതിനുള്ള പദ്ധതികളുണ്ടാവും. അല്ല, ഇത് നമുക്കും ഒരു പൊളിറ്റിക്കൽ ഐഡിയോളജിയുടെ ഫ്രെയിമിൽ നിന്നുകൊണ്ടല്ലേ നമ്മൾ പ്രവർത്തിക്കുന്നത്. നമുക്ക് ആ കാര്യത്തിൽ കൃത്യമായ തീരുമാനങ്ങളുള്ള ഒരു പാർട്ടിയാണ് ഈ മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്നത്, മുന്നണിയുമാണ്. അപ്പോൾ അതനുസരിച്ചുള്ള കാര്യങ്ങളെ നമുക്ക് ചെയ്യാൻ കഴിയുള്ളൂ. അല്ല, അത് ആ തീരുമാനം പാർട്ടി എടുത്തിരിക്കുന്ന തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടല്ലേ ഞങ്ങളെല്ലാം പ്രവർത്തിക്കുന്നത്. മാത്രമല്ല, ഇതൊരു മാൻഡേറ്ററി ആയിട്ടുള്ള കാര്യമല്ല. ഇത് സംബന്ധിച്ചൊരു നിയമമൊന്നും പാർലമെൻറ്റ് പാസ്സാക്കിയിട്ടില്ല. ഗൈഡ് ലൈൻസ് മാത്രമേ ഉള്ളൂ.
സർക്കാർ അറിയാതെയാണ് ഒരു പ്രതികരണം ആഭ്യന്തരമന്ത്രിയിൽ ഉണ്ടായി. പക്ഷെ അവിടെ ഒരു വലിയ സുരക്ഷാ ലാപ്സ് ഉണ്ടായി. കാരണം അന്ന് വാഹനങ്ങൾ അടിച്ചു ചേർത്തു, ധാരാളം അക്രമങ്ങൾ അതുമായി ബന്ധപ്പെട്ട് അവിടെ നടന്നു. പക്ഷേ ഇത് ഒരു ലോ ആൻഡ് ഓർഡറിന്റെ ഒരു ഫെയിലിയർ ആയിട്ട് പലപ്പോഴും നോക്കുന്ന സംഭവം. ഇതെന്താണ് ഇതിനെ പറ്റിയുള്ള പ്രതികരണം? ആദ്യം ഞാനൊരു കാര്യം പറയട്ടെ. ഞാൻ എപ്പോഴാണ് മറുപടി പറയേണ്ടതെന്ന് തീരുമാനിക്കാനുള്ള അവകാശമെങ്കിൽ എനിക്ക് തരണം. നിങ്ങളോടാണ്. ഞാൻ മറുപടി പറഞ്ഞില്ല, മൗനിബാബയാണ്. 12 പ്രാവശ്യം ചോദിച്ചു. എങ്ങനെയാണ് ചോദിച്ചതെന്നറിയാം? ഒന്ന് രാവിലെ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ് വീട്ടിൽ നിന്ന്. അപ്പം ചോദ്യം. അത് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും അകത്ത് കയറി കുളിച്ച് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ വീണ്ടും മൈക്ക് വെച്ച് ചോദ്യം. ഞാൻ കേരള ഹൗസിലേക്ക് കയറുമ്പോൾ ചോദ്യം, ഇറങ്ങുമ്പോൾ ചോദ്യം. പിന്നെ ഞാൻ വണ്ടിയിൽ കയറിയിരിക്കുമ്പോൾ ഒരു മൈക്ക് എൻ്റെ മുഖത്ത് വന്നാൽ ഇടിച്ചത്. ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല ഇതുവരെ. ഇപ്പം നിങ്ങളോട് രഹസ്യയോട് പറയാം, എൻ്റെ മുഖത്താണ്. ഞാൻ ഒന്നും പറഞ്ഞില്ല, സത്യം. എന്നിട്ട് എന്നോട് ചോദിച്ചു. അപ്പോഴും ഞാനൊന്നും പറഞ്ഞില്ല. എപ്പോഴാണ് പറയേണ്ടതെന്ന് തീരുമാനിക്കാനുള്ള അവകാശമെങ്കിലും ദയവ് ചെയ്ത് എനിക്ക് തരാം. ദയവ് ചെയ്ത് എപ്പോഴാണ് ഒരു കാര്യത്തിൽ മറുപടി പറയാൻ വേണ്ടേ? ഞാൻ പഠിച്ചിട്ടല്ലേ പറയേണ്ടത്, മനസ്സിലാക്കിയിട്ടല്ലേ പറയേണ്ടത്, ഉചിതമായ സമയത്തല്ലേ പറയേണ്ടത്. ഞാൻ അങ്ങനെ ഒളിച്ചോടുന്ന ആളാണോ? അങ്ങനെയാണെങ്കിൽ ഞാൻ ക്യാബിനറ്റ് ബ്രീഫിംഗ് നടത്തി തുടങ്ങിയില്ലേ നിങ്ങളോട്? എത്ര പ്രാവശ്യം നിങ്ങൾക്ക് എല്ലാ അവസരങ്ങളും തന്നു? അപ്പോൾ നിങ്ങൾക്ക് ചോദ്യം ചോദിക്കാനുള്ള അവകാശം പോലെ തന്നെ എനിക്ക് മറുപടി പറയാനുള്ള അവകാശം കൂടി എനിക്ക് തരണം. എന്നിട്ട് 12 പ്രാവശ്യം ചോദ്യം ചോദിച്ചിട്ട് പോയില്ല. 12 പ്രാവശ്യം, നിങ്ങൾക്ക് 24 പ്രാവശ്യം ചോദ്യം ചോദിക്കുക. എനിക്ക് മറുപടി പറയേണ്ട സമയം ഞാനല്ലേ തീരുമാനിക്കേണ്ടത്. അതെനിക്ക് തരണം. റിക്വസ്റ്റാണ്. അല്ലല്ല ഇങ്ങനെ അല്ലല്ല. ഞാൻ അങ്ങനെ ആകണമെന്നാണോ നിങ്ങൾ പറയുന്നത്? ഞാൻ ക്യാബിനറ്റ് ബ്രീഫിംഗ് നടത്തുന്ന ആളാണ്. നോ. നിങ്ങൾ ചോദിക്കുമ്പോൾ അല്ലല്ല, നിങ്ങൾ ഇല്ല ഞാനിപ്പോൾ വന്നിരിക്കുമല്ലേ. ഇല്ല നിങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് പോലും പോകാൻ പറ്റില്ലായിരുന്നല്ലോ. പിന്നെയാണ് നിങ്ങൾ 12 പ്രാവശ്യം ചോദ്യം ചോദിക്കണം. നോ. നിങ്ങൾ അങ്ങനെ പറയല്ലേ, അങ്ങനെ ആക്കല്ലേ, അങ്ങനെ താരതമ്യം ചെയ്ത് നിങ്ങൾ അങ്ങനെ ആക്കല്ലേ. നിങ്ങൾ ഈ വിഷയം കേൾക്കണോ? എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു. ഞാൻ മറുപടി പറയേണ്ട സമയം തീരുമാനിക്കുന്നത് ഞാനാണ്. കാരണം എനിക്കത് പഠിച്ചും മനസ്സിലാക്കിയിട്ടോ പറയാൻ പാടുള്ളൂ. പെട്ടെന്നങ്ങ് പറയാൻ പറ്റില്ല. ഞാൻ അതിൻ്റെ സമയം തീരുമാനിക്കേണ്ടത് ഞാൻ. അതിനുള്ള അവകാശം എനിക്ക് തന്നെ. അത് നിങ്ങളല്ല തീരുമാനിക്കേണ്ടത്. നിങ്ങൾക്ക് ചോദ്യം ചോദിക്കാം. അതിനുള്ള അവകാശം ഞാൻ എപ്പോഴും തരും. മനസ്സിലായല്ലോ? ആയതുകൊണ്ടാണല്ലോ പറയാൻ പോകുന്നത്. നിങ്ങളല്ല തീരുമാനിക്കേണ്ടത്, ഞാനാണ് തീരുമാനിക്കുന്നത്. അത്രയും എനിക്ക് അവകാശം വേണം. ഞാൻ പറയട്ടെ, ഞാൻ അതിന് ഉത്തരം പറഞ്ഞില്ലല്ലോ ചോദിച്ചതിന്. ഇതെന്താണ് സംഭവം? ഇതൊരു കേസ് ഓൾറെഡി കേന്ദ്ര ഏജൻസി രജിസ്റ്റർ ചെയ്ത കേസാണ്. കേന്ദ്ര ഏജൻസി രജിസ്റ്റർ ചെയ്ത കേസാണ് ആണല്ലോ. അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് അവർ നടപടികൾ സ്വീകരിക്കുന്നത്. സംസ്ഥാന ഗവൺമെൻറ് ഇതിൻ്റെ അകത്ത് എന്ത് റോളാണുള്ളത്? ഒരു റോളും ഇല്ല സംസ്ഥാന ഗവൺമെൻറ്. ഞങ്ങളെ അറിയിച്ചിട്ട് പോലുമില്ല, പോലീസിനെ അറിയിച്ചിട്ടില്ല. അവരവിടെ നിന്ന് പിരിഞ്ഞു പോകാൻ നേരത്ത് പോലീസിനെ അറിയിച്ചിട്ടില്ല. ചെയ്ത എന്താണ്? ആഭ്യന്തര വകുപ്പ് ചെയ്ത് ഞാൻ ആഭ്യന്തരമന്ത്രിയെ പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ്. അദ്ദേഹമാണ് അവിടെ ആൾക്കൂട്ടം കൂടുന്നത് കണ്ടിട്ട് അവിടെ ഒരു ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ ഉണ്ടാകരുത് എന്ന് കരുതി അങ്ങനെ ഒരു റെയ്ഡ് നടക്കുന്ന വിവരം ഗവൺമെൻറ്റിനോ പോലീസിനോ അറിയില്ലാതിരുന്നിട്ടും അദ്ദേഹം പോലീസിനെ വിട്ട അദ്ദേഹമാണ്. കുറേ സംഘർഷങ്ങൾ ലഘൂകരിക്കാൻ കഴിഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, ആ സമീപനം ശരിയാണോ? ഒരു കേസ് അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് വരുന്ന ആളുകളെ, സ്ത്രീകളുള്ള ആളുകളെ ഒരു സംഘം ക്രിമിനലുകളെന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കപ്പെടാവുന്ന ഒരു സംഘം ആക്രമിച്ച കാർ തല്ലിപ്പൊളിക്കുന്നു, അതിലകത്തുള്ളവരെ മർദ്ദിക്കുന്നു. അത് ക്രമസമാധാന ലംഘനമാണ്, ഒഫൻസാണ്. അത് ഒരു കാരണവശാലും അനുവദിക്കില്ല. ഒരു സെൻട്രൽ ഏജൻസി വന്ന് അവരുടെ അന്വേഷണത്തിൻ്റെ ഭാഗമായി അവർ അവിടെ ഇതിൻ്റെ അകത്ത് നടന്നു. ഞങ്ങൾ ഉന്നയിച്ചിട്ടുള്ള ആരോപണം കൂടിയല്ലേ ഇത്? ഞങ്ങൾ കൂടി ഉന്നയിച്ചിട്ടുള്ള ഒരു ആരോപണമാണ്. ആ അന്വേഷണത്തിൽ കേന്ദ്ര ഏജൻസിയെക്കുറിച്ച് ഞങ്ങൾക്ക് പരാതി ഉണ്ടായിരുന്നു. 4 കൊല്ലം മുമ്പുണ്ടായ കേസാണ്. ഇതുവരെ ഒന്നും അവർ ചെയ്തിട്ടില്ല. ഈ അധികാരത്തിൽ നിന്ന് LDF ഗവൺമെൻറ് താഴെ ഇറങ്ങുന്നത് വരെ ഒന്നും ചെയ്തില്ല അവർ. പിന്നെ പ്രതിപക്ഷ നേതാവ് അദ്ദേഹം പുറത്തിറങ്ങി വന്നിട്ട് രാഹുൽ ഗാന്ധിയാണ് കുറ്റപ്പെടുത്തിയത്. രാഹുൽ ഗാന്ധിയാണ് റെയ്ഡിന് ആളെ വിട്ടത്. അദ്ദേഹം പ്രധാനമന്ത്രിയെയോ BJP നേതാക്കളെയോ BJP സർക്കാരിനെയോ ആരെയും കുറ്റപ്പെടുത്തിയില്ല, ഒരാളെ കുറ്റപ്പെടുത്തിയില്ല. അദ്ദേഹം കുറ്റം പറയാനുണ്ടായിരുന്നത് രാഹുൽ ഗാന്ധിയാണ്.
രാഹുൽ ഗാന്ധി എന്താ ചെയ്തത്? രാഹുൽ ഗാന്ധിക്കെതിരായി കേസ് വന്നപ്പോൾ അന്വേഷിക്കാൻ വന്ന ആളുകളുടെ വാഹനം കോൺഗ്രസ്സുകാരെ വിട്ട് തല്ലിപ്പൊളിക്കുകയാണോ ചെയ്ത്? അല്ല. അദ്ദേഹം 55 മണിക്കൂർ തുടർച്ചയായിരുന്നു, പല പ്രാവശ്യമായിട്ട് തുടർച്ചയായി ആ കേസുമായിട്ട് സഹകരിച്ചു, ഇല്ലേ? ആ കേസുമായിട്ട് സഹകരിച്ചു. അത് രാഷ്ട്രീയമായി എടുത്തിരിക്കുന്ന ഒരു കേസാണ് എന്നുള്ളതുകൊണ്ട് ഞങ്ങളതിനെ രാഷ്ട്രീയമായി എതിർത്തു. ഈ കേസ് എടുത്തിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ കുടുംബത്തിലെ ഒരു അംഗത്തിനെതിരായി കേസെടുത്തിരിക്കുന്നത് രാഷ്ട്രീയമാണെങ്കിൽ CPM-ന് രാഷ്ട്രീയമായി പ്രതിഷേധിക്കാം. ഞാൻ ചോദിക്കട്ടെ, അതിൻ്റെ തലേദിവസമല്ലേ ഈ കേസിലെ ഒരു കക്ഷി കോടതിയിൽ പോയപ്പോൾ കോടതി ആ അന്വേഷണം നിർത്തിവെക്കണം എന്നാവശ്യപ്പെട്ട് കോടതി പോയപ്പോൾ ആ പെറ്റീഷൻ തള്ളി അന്വേഷണം തുടരണമെന്ന് ഏജൻസിയോട് ആവശ്യപ്പെട്ടത്? അപ്പോൾ നിയമപരമായ വഴിയല്ലേ ഇത്? നിയമപരമായ വഴിയല്ലേ അന്വേഷണം ഉള്ളത്? അപ്പം ഞങ്ങളെങ്ങനെയാണ് ഈ റെയ്ഡ് നടത്തിയതിനെയും ഈ അന്വേഷണം നടക്കുന്നതിനെയും വിമർശിക്കാൻ സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് എന്താ അധികാരമുള്ളത്? ഞങ്ങൾക്ക് അങ്ങനെ പറയാമോ? ഞങ്ങളങ്ങനെ പറയാൻ പാടില്ലല്ലോ. ഒരു കേന്ദ്ര ഏജൻസി അന്വേഷണം നടക്കുന്ന കേസിൽ, കോടതി അനുവദിച്ച് അന്വേഷണം നടക്കുന്ന കേസിൽ ആ അന്വേഷണം നടത്താൻ പാടില്ല, അന്വേഷണം ഇങ്ങനെ വേണം, അന്വേഷിക്കേണ്ടത് ഇങ്ങനെയാണ് എന്ന് ഞങ്ങൾക്ക് പറയാമോ? ഞങ്ങൾ അതിൻ്റെ കോമ്പീറ്റൻ്റ് അതോറിറ്റി ആണോ? ഞാൻ വളരെ ജെന്യൂനായിട്ട് ചോദിക്കുകയാണ് നിങ്ങളോട്. ഞങ്ങളതിൻ്റെ കോമ്പീറ്റൻ്റ് അതോറിറ്റി അല്ല, ഞങ്ങൾക്ക് അതിൻ്റെ അകത്തില്ല. ഞങ്ങൾക്ക് ക്രമസമാധാന പ്രശ്നം ഉണ്ടായാൽ അതിൻ്റെ അകത്ത് ഇടപെട്ടു ശക്തിയായ നടപടികൾ സ്വീകരിക്കും. അത് തെറ്റാണ്, അത് ആവർത്തിക്കാൻ പാടില്ല. അത്തരം സംഭവങ്ങൾ ആവർത്തിക്കാൻ പാടില്ല. ഗുരുതരമായ കുറ്റകൃത്യമാണ് അവിടെ നടന്നത്. അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ ആക്രമിക്കുകയും അവരുടെ വാഹനം അടിച്ച് തകർക്കുകയും ചെയ്ത് ഗുരുതരമായ കുറ്റകൃത്യമാണ്. അത് ആവർത്തിക്കപ്പെടാൻ പാടില്ല. അതാണ് ഞങ്ങളുടെ അഭിപ്രായം. ഞങ്ങൾക്ക് നിലപാടുണ്ട് അതിൻ്റെ അകത്ത്. ഞാൻ ഈ സർക്കാർ വന്നതിന് ശേഷമുള്ള രണ്ടാമത്തെ തമാശയാണിത്. ആദ്യത്തെ തമാശ 14 പ്രാവശ്യം റിക്കവറി നടത്താൻ പോയിട്ട് ഒന്നും ചെയ്യാതെ ഞങ്ങളുടെ സർക്കാർ വന്നതിൻ്റെ പിറ്റേ ദിവസം റിക്കവറി എറണാകുളത്തെ ഭൂമിയിൽ നടത്തിയപ്പോൾ അതിന് സമരം ചെയ്യാൻ പോയ മന്ത്രിമാരുടേതായിരുന്ന ആദ്യത്തെ തമാശ. ഇത് കേട്ടസി കോളാണ്. എനിക്ക് മുൻപുണ്ടായിരുന്ന ശ്രീ പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള മുഴുവൻ മുഖ്യമന്ത്രിമാരും അവരുടെ സ്ഥാനമേറ്റ് കഴിഞ്ഞാൽ അവിടെ ആരാണ് പ്രധാനമന്ത്രിയെങ്കിലും പ്രധാനപ്പെട്ട മന്ത്രിമാരെ പോയി കാണുന്നത് കേട്ടസി കോളാണ്. ഞാനും അത് ചെയ്തു. 2 പ്രാവശ്യവും മുൻ മുഖ്യമന്ത്രി അത് ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ സമയത്ത്. ഞാൻ ആദ്യമായിട്ടാണ് നരേന്ദ്രമോദിയെ നേരിൽ കാണുന്നത്. ഞാൻ ഉടനെ തന്നെ പറഞ്ഞു, പിണറായി വിജയൻ്റെ വീടൊന്ന് റെയ്ഡ് ചെയ്യണം നാളെ ED കൊണ്ട്. അപ്പോൾ ഉടനെ മോഡി അപ്പം തന്നെ ഫോണെടുത്ത് കുത്തി. എന്നിട്ട് പറഞ്ഞു, നാളെ രാവിലെ സതീശൻ വന്നിട്ട് ആദ്യമായിട്ടൊരു കാര്യം പറഞ്ഞാണ്, നാളെ രാവിലെ കംപ്ലീറ്റ് സ്ഥലത്ത് റെയ്ഡ് ചെയ്യണം. അപ്പോൾ ഞാൻ പറഞ്ഞു, ഒരു സ്ഥലത്ത് പോരാ, 12 സ്ഥലത്ത് ചെയ്യണം. ആ സതീശൻ പറഞ്ഞേക്കണത് 12 സ്ഥലത്ത് റെയ്ഡ് ചെയ്യാനാണ് പറഞ്ഞേക്കണത്. അങ്ങനെ 12 സ്ഥലത്ത് റെയ്ഡ് ചെയ്തു. ഇത് മുൻ മന്ത്രിമാരുൾപ്പെടെയുള്ള ആളുകൾ വരെ വന്ന് പത്രക്കാരോട് പറയുകയാണ്, ഞാൻ ചിരിക്കണോ അല്ല കരയണോ?